ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനിന്ന് വീണ്ടും ഒരു ബേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ബെറ്റി ക്രോക്കറിൻ്റെ ഫഡ്ജ് ബ്രൗണി ചോക്ലേറ്റ് മിക്സും അതുപോലെ തന്നെ അവരുടെ സൂപ്പർ മോയിസ്റ്റ് വൈറ്റ് കേക്ക് മിക്സും നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. നാട്ടിലെ ബെറ്റി ക്രോക്കറിൻ്റെ കേക്ക് മിക്സ് എത്രമാത്രം പോപ്പുലർ ആണ് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഒരു കേക്ക് മിക്സും വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഇൻസ്റ്റൻറ്റ് കേക്ക് മിക്സ് യൂസ് ചെയ്തിട്ട് ബേക്ക് ചെയ്യുന്നത്. ബെറ്റി ക്രോക്കറിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. ഇനി നാട്ടിൽ വേറെ ഷോപ്പുകളിൽ എവിടെ അത് കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല. ആരെങ്കിലും നാട്ടിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിക്കാമല്ലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടനോട് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എങ്കിലും മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഫഡ്ജ് ബ്രൗണി മിക്സ്. ഈ ഇൻസ്റ്റൻറ്റ് മിക്സ് യൂസ് ചെയ്തിട്ട് ബ്രൗണി ഉണ്ടാക്കാൻ വെറും 3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ കേക്ക് മിക്സിന് പുറമെ ആവശ്യമായിട്ടുള്ളതും 3 ഇൻഗ്രീഡിയൻസ് ആണ്. 45 ml വാട്ടർ, 110 ml ഓയിൽ, പിന്നെ 2 eggs എന്നിവയാണ് ആ 3 ഇൻഗ്രീഡിയൻസ്. ബ്രൗണീസ് ഉണ്ടാക്കാനുള്ള 3 സ്റ്റെപ്സ് ഈ ബോക്സിൻ്റെ പിറകിൽ തന്നെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രീ ഹീറ്റിംഗ്. അവനിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിലേക്ക് പ്രീ ഹീറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റിർ ചെയ്യാനാണ്, അതായത് എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു ക്ലീൻ ബൗളിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പാണ് ബേക്കിംഗ്. ഒരു 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. അത് ഓരോ അവനിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ അവൻ 180 ഡിഗ്രിയിലോട്ട് പ്രീ ഹീറ്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന പാൻ നന്നായിട്ടൊന്ന് ബട്ടർ ഗ്രീസ് ചെയ്തിട്ടും എടുക്കണം. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇവിടെ റെഡിയാണ്. ബെറ്റി ക്രോക്കർ ഫഡ്ജ് ബ്രൗണി മിക്സ്, പിന്നെ ഉള്ളത് 2 eggs ആണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒലിവ് ഓയിലാണ്, 110 ml അഥവാ 1/3 കപ്പ് ആൻഡ് 2 ടേബിൾ സ്പൂൺ ഓയിൽ. പിന്നെ ഉള്ളത് 45 ml അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വാട്ടർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫഡ്ജ് ബ്രൗണി മിക്സ്. നമ്മൾ ഈ ബ്രൗണി ഉണ്ടാക്കാൻ വേറെ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും യൂസ് ചെയ്യുന്നില്ല. ഇത് നമുക്കൊരു ക്ലീൻ ബൗളിലേക്ക് മാറ്റാം. ബ്രൗണി മിക്സിൽ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു സ്പൂൺ അല്ലെങ്കിൽ സ്പാച്ചുല യൂസ് ചെയ്തിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഈ ബ്രൗണി മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് കിട്ടണം. ഈ ബെറ്റി ക്രോക്കറിൻ്റെ 2 കേക്ക് മിക്സ് വാങ്ങി വന്ന സമയത്ത് അതിൻ്റെ ബോക്സിൽ എഴുതിയതെല്ലാം വായിച്ച ശേഷം എൻ്റെ ബ്രദറിൻ്റെ മോള് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് എൻ്റെ മനസ്സിലും തോന്നിയൊരു സംശയമായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളിലും പലർക്കും ഇത് തോന്നിയിട്ടുണ്ടാവും. കാര്യം വേറൊന്നുമല്ല, അവൾ ചോദിച്ചത് ഇതായിരുന്നു: ഇതിപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് കേക്ക് മിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ എന്താ, ഇതിലെല്ലാ സാധനവും നമ്മൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ. ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്, ഈ പൗഡറിന് പുറമെ നമ്മളിതിലേക്ക് എക്സ്ട്രാ ആയിട്ട് 2-3 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇതിന് പിറകിൽ വലിയൊരു കഥയുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് കുറച്ച് ദിവസത്തിന് ശേഷമാണ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഇൻഫർമേഷന് കിട്ടുമോ എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്നൊരു സ്വഭാവമുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ ഈ ബെറ്റി ക്രോക്കറിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ കണ്ട ഒരു കഥയാണ്. നിങ്ങളിൽ ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇത് അറിയുന്നുണ്ടാവും, എന്നാലും പലർക്കും അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. വലിയ കഥയാണ്, നമുക്ക് ചുരുക്കി പറയാം. 1950കളുടെ തുടക്കത്തിലാണ് ബെറ്റി ക്രോക്കർ എന്ന് പറയുന്ന ബ്രാൻഡ് കേക്ക് മിക്സുകൾ പുറത്തിറക്കിയത്. അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ വെസ്റ്റേൺ കൺട്രീസിലായിരുന്നു ഇത് ആദ്യം പുറത്തിറങ്ങിയത്. ഇപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് അന്ന് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പാലും എഗ്സും ഡ്രൈ പൗഡേർഡ് ഫോമിൽ ഉണ്ടായിരുന്നു. ബോക്സിൽ വരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക്സ് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇങ്ങനൊരു ഐറ്റം മാർക്കറ്റിൽ പുതിയതായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല സെയിൽസ് ആയിരുന്നു. കമ്പനി നല്ല ലാഭത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇതിൻ്റെ സെയിലുകളിൽ ഗണ്യമായ കുറവ് വരാൻ തുടങ്ങി.
സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഇതിലൊരു കുറവ് വന്നപ്പോൾ കമ്പനിക്കാർ അമ്പരന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കുറവ് വന്നത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് മാർക്കറ്റ് റിസർച്ചേഴ്സിനെ ഏർപ്പെടുത്തി. സൈക്കോളജിസ്റ്റുകളൊക്കെ അടങ്ങുന്ന ഒരു ടീമായിരുന്നു. കുറച്ച് അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഒക്കെ ശേഷം അവർക്ക് ഇതിനുള്ള ഉത്തരം കിട്ടി. അതെന്താണെന്ന് അറിയണ്ടേ? ഇപ്പം നമ്മുടെ ബ്രൗണി ബാറ്റർ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. ബാക്കി കഥ അടുത്ത കേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് പറയാം. ഓക്കെ. നമ്മുടെ ബ്രൗണി ബാറ്റർ നേരത്തെ നമ്മൾ ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ച പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കിതിനി ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ അവൻ നേരത്തെ തന്നെ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ പറഞ്ഞ പോലെ തന്നെ 25 മിനിറ്റ്സിനാണ് ഞാൻ ടൈം സെറ്റ് ചെയ്തത്. അതിനുശേഷം ബേക്ക് ആയിട്ടില്ലെങ്കിൽ 5-10 മിനിറ്റ് കൂടെ എക്സ്ട്രാ വെച്ച് നോക്കാം. സമയമായിട്ടുണ്ട്. നമുക്കൊരു കത്തി ഇൻസേർട്ട് ചെയ്തിട്ട് ബ്രൗണി ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്കിനി അവൻ ഓഫ് ചെയ്ത ശേഷം ബ്രൗണി പുറത്ത് കുറച്ച് നേരം ചൂടാറാനായിട്ട് വെക്കാം. ബ്രൗണി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഫഡ്ജിയാണ്, ചോക്ലേറ്റിയാണ്. നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് കിട്ടിയത്. ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്കിനി ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ തണുപ്പിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചൂടായിട്ടാണെങ്കിലും ഒക്കെ കഴിക്കാം. നമ്മുടെ വീഡിയോ തീർന്നിട്ടില്ല. നമുക്കിനി ഒരു കേക്ക് മിക്സ് കൂടി ട്രൈ ചെയ്ത് നോക്കാനുണ്ട്. മാത്രമല്ല നേരത്തെ കേട്ട സ്റ്റോറിയുടെ ബാക്കി കേൾക്കണ്ടേ? നമ്മൾ ഇനി ട്രൈ ചെയ്യാൻ പോകുന്ന ബെറ്റി ക്രോക്കറിൻ്റെ തന്നെ സൂപ്പർ മോയിസ്റ്റ് വൈറ്റ് കേക്ക് മിക്സാണ്. ഈ കേക്ക് മിക്സിലും നമ്മൾ എക്സ്ട്രാ ആയിട്ട് 3 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 275 ml അഥവാ 1/5 കപ്പ് വാട്ടർ, അതുപോലെ 80 ml അല്ലെങ്കിൽ 1/3 കപ്പ് വെജിറ്റബിൾ ഓയിൽ, പിന്നെ 3 എഗ്സിൻ്റെ വൈറ്റ് മാത്രം. സൂപ്പർ മോയിസ്റ്റ് വൈറ്റ് കേക്ക് ഉണ്ടാക്കാനും 3 സിമ്പിൾ സ്റ്റെപ്സ് തന്നെയാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് നേരത്തെ പോലെ തന്നെ പ്രീഹീറ്റ് ചെയ്യാനാണ്. അവൻ 180 ഡിഗ്രിയിലോട്ട് പ്രീഹീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന പാൻ ഒന്ന് ബട്ടർ യൂസ് ചെയ്തിട്ട് കോട്ട് ചെയ്തെടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ബീറ്റിംഗ് ആണ്. അതായത് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം മീഡിയം സ്പീഡിൽ 2 മിനിറ്റ് വരെ ബീറ്റ് ചെയ്യുക. അതിനുശേഷം ബേക്കിംഗ് പാനിലോട്ട് ബാറ്റർ ഒഴിച്ചെടുക്കുക. തേർഡ് സ്റ്റെപ്പാണ് ബേക്കിംഗ്. 40 to 45 മിനിറ്റ്സ് അല്ലെങ്കിൽ നമ്മളതിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വരുന്നത് വരെ ബേക്ക് ചെയ്യുക. അതിനുശേഷം 10 മിനിറ്റ് കൂൾ ചെയ്തിട്ട് പാനിൽ നിന്നും റിമൂവ് ചെയ്ത് നമുക്ക് കൂൾ ചെയ്ത ശേഷം കഴിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ അവൻ 180 ഡിഗ്രിയിലേക്ക് പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മെൽറ്റഡ് ബട്ടർ നമ്മുടെ ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന പാനിൽ കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ റെഡിയാണ്. ബെറ്റി ക്രോക്കർ സൂപ്പർ മോയിസ്റ്റ് വൈറ്റ് കേക്ക് മിക്സ്, അതുപോലെ തന്നെ 3 എഗ്സിൻ്റെ വൈറ്റ്, വാട്ടർ, ഓയിൽ എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പായ ബീറ്റിംഗ് ചെയ്തു തുടങ്ങാം. ഈ സ്റ്റെപ്പ് ഞാനിവർ കേക്കിൻ്റെ ബോക്സിൽ മെൻഷൻ ചെയ്ത പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തത്. ഞാൻ ആദ്യം തന്നെ എഗ് വൈറ്റും ഓയിലും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുത്തു. അതിനുശേഷം അതിലേക്ക് നമ്മുടെ കേക്ക് മിക്സും അതുപോലെ വെള്ളവും കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അധികമായിട്ടൊന്നും കട്ട പിടിക്കുകയൊന്നുമില്ല. കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഒരു സ്മൂത്ത് ബാറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ നേരത്തെ സ്റ്റോറിയുടെ ബാക്കി കേൾക്കണ്ടേ? നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? സെയിൽസ് എന്തുകൊണ്ടാണ് കുറഞ്ഞതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബെറ്റി ക്രോക്കറിൻ്റെ ഓണേഴ്സ് ഏൽപ്പിച്ച ടീമിന് അതിനുള്ള ഉത്തരങ്ങൾ കുറച്ച് റിസർച്ചൊക്കെ നടത്തിയ ശേഷം കിട്ടി. അതെന്താണെന്നല്ലേ? അന്നാട്ടിലെ വീട്ടമ്മമാർ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ഒരു സംഗതിയാണ് ബേക്കിംഗ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറേ നേരം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഒരു കേക്ക് നന്നായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോഴും അവർക്ക് ഒരുപാട് അപ്രിസിയേഷനൊക്കെ കിട്ടുമ്പം അവർക്ക് കിട്ടിയിരുന്ന ഒരു മനസ്സുഖം, ഒരു സന്തോഷം ഒക്കെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. എത്ര സമയം കഷ്ടപ്പെട്ടാലും ഒരു കേക്ക് നന്നായി ഉണ്ടാക്കുക എന്നുള്ളത് അവരൊരു അഭിമാനമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ബെറ്റി ക്രോക്കർ കേക്ക് മിക്സുകൾ ഇറക്കിയതോടുകൂടി കേക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഈ വീട്ടമ്മമാർക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ലാതായി. ബോക്സിൽ കിട്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെയുള്ള കേക്കുകളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്.
അത് കാരണം അവർക്കൊക്കെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. കഴിച്ചു നോക്കുന്നവർക്കൊക്കെ കേക്ക് ഇഷ്ടപ്പെട്ട ശേഷം ഈ വീട്ടമ്മമാർക്ക് അതിനുള്ള ക്രെഡിറ്റ് കൊടുക്കുമ്പോഴൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനുള്ള അർഹതയില്ല എന്നുള്ള തരത്തിലൊരു കുറ്റബോധമായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വലിയ വിഭാഗം വീട്ടമ്മമാർ കേക്ക് മിക്സ് വാങ്ങൽ നിർത്തുകയും പഴയ പോലെ തന്നെ അവരുടേതായ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഒരുപാട് സമയമൊക്കെ എടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കേക്കുകൾ തന്നെ ഉണ്ടാക്കുന്നത് തുടരുകയും ചെയ്തു. അതുകൊണ്ടാണ് ബെറ്റി ക്രോക്കറിന് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ആ ഒരു ഉയർന്ന സെയിൽസ് പിന്നീട് കുറഞ്ഞത്. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ ശേഷം ബെറ്റി ക്രോക്കർ കമ്പനി ഓണേഴ്സ് ഒരു തീരുമാനത്തിലെത്തി. അവരുടെ പ്രോഡക്റ്റ് ഡിസൈനിൽ അവർ ചെറിയൊരു മാറ്റം വരുത്തി. അതായത് ഡ്രൈഡ് പൗഡേർഡ് ഫോമിൽ കൊടുത്തിരുന്ന എഗ്ഗ് അവർ മാറ്റി. അതിന് പകരം കസ്റ്റമേഴ്സ് തന്നെ ഫ്രഷ് എഗ്സ് ആഡ് ചെയ്യുന്ന രൂപത്തിലാണ് അതിനുശേഷം അവർ കേക്ക് മിക്സ് ഇറക്കാൻ തുടങ്ങിയത്. ഈ ഐഡിയ ക്ലിക്കായി. കാരണം സ്വന്തമായിട്ട് എഗ്ഗ് ആഡ് ചെയ്ത് ബേക്ക് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് അവരുടെ ഭാഗത്തു നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. അങ്ങനെ കസ്റ്റമേഴ്സ് ഹാപ്പിയായി. കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ബേക്കിങ്ങിനായിട്ട് വെക്കാൻ പോവാണ്. ഇതിനുശേഷം ബെറ്റി ക്രോക്കർ എന്ന ബ്രാൻഡ് ഒത്തിരി ഫ്ലേവേഴ്സിലും ഡിസൈൻസിലുള്ള കേക്ക് മിക്സുകൾ ഇറക്കി. കേക്ക് മിക്സ് എന്നുള്ളൊരു പ്രോഡക്റ്റിൽ അവർ മാർക്കറ്റ് ലീഡേഴ്സായിട്ട് മാറുകയും ചെയ്തു. ഓരോരോ കാലത്ത് അവരുടെ പ്രോഡക്റ്റിൻ്റെ ഡിസൈൻസിൽ അവർ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ 2-3 ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്. 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് കണ്ടിട്ട് റെഡിയായ പോലെ തന്നെയുണ്ട്. നമുക്കൊന്ന് നൈഫ് ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കാം. ക്ലീൻ ആണ്, നല്ല രീതിയിൽ ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്കിനെ അവനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ക്രാക്ക് ആയത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തു സെയിം മിക്സ് യൂസ് ചെയ്തിട്ട്. 3 പ്രാവശ്യം എനിക്ക് ഇങ്ങനെ തന്നെയാണ് വന്നത്. അത്ര എക്സ്പേർട്ടൊന്നും അല്ല ഞാൻ ബേക്കിങ്ങിൽ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ റീസൺ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവേതൊന്ന് കമൻറ്റ് ചെയ്ത് എനിക്ക് പറഞ്ഞു തരിക എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. ലുക്ക് ശരിയായിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കേക്ക് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു. വായിൽ അലിഞ്ഞിറങ്ങുന്ന പോലത്തെ ഒരു ടെക്സ്ചറായിരുന്നു. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയ 2 കേക്ക് മിക്സിലും ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. ഈ രണ്ടാമത്തെ കേക്കിൻ്റെ മുകളിൽ വന്ന ക്രാക്ക് മാത്രമേ ഒരു ഇഷ്യൂ ആയിട്ടുള്ളൂ. ടേസ്റ്റ് വൈസ് രണ്ടും അടിപൊളിയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടും കൊടുക്കുക. കഴിയുന്നതും വേഗം തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.